ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിൽ തുടരന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 10 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. എറണാകുളം റേഞ്ച് ഡിഐജി പുട്ട വിമലാദിത്യ പ്രതി നിതീഷിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. അതേസമയം നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. നിതീഷും കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് എറണാകുളം റേഞ്ച് ഡിഐജി പുട്ട വിമലാദിത്യ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തിയത്. കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയ ഡിഐജി വിജയന്റേതെന്ന് കരുതുന്ന മൃതദേഹങ്ങൾ കുറിച്ചിട്ട് മുറി ഉൾപ്പെടെ പരിശോധിച്ചു. തുടർന്നാണ് 8 വർഷങ്ങൾക്ക് മുമ്പ് വിജയന്റെ മകൾക്കുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സകല ജംഗ്ഷനിലെ വീട്ടിൽ എത്തിയത്. കുട്ടിയെ മറവ് ചെയ്തു എന്ന് പറയുന്ന തൊഴുത്തിനുള്ളിലും വീടിനുള്ളിലും പരിശോധന നടത്തി. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി നിതീഷിനെയും ചോദ്യം ചെയ്തു. കേസിലെ ദുരൂഹതകൾ നീക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും ഇനി കേസ് അന്വേഷിക്കുക. അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതാത് സമയത്ത് മാധ്യമപ്രവർത്തകരെ നമ്മൾ അറിയിക്കാം. കേസിലെ മറ്റു പ്രതികളായ വിജയന്റെ മകൻ വിഷ്ണു, ഭാര്യ സുമ എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം മുഖ്യപ്രതി നിതീഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള സുമയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ജനം, ഇടുക്കി.